ഒരുപാട് ചിത്രങ്ങളിലൂടെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച താരമാണ് സംയുക്ത വർമ്മ. ഏകദേശം 4 വർഷം മാത്രം അഭിനയരംഗത്ത് പ്രവർത്തിച്ചിരുന്ന സംയുക്ത വർമ്മ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് നല്ല ചിത്രങ്ങളാണ് മലയാളികൾക്ക് സമ്മാനിച്ചത്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് സംയുക്ത വെള്ളിത്തിരയിലേക്ക് കടന്നുവന്നത്. 1999 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. എങ്കിലും ആ ചിത്രം ഇന്നും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ്. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഈ ചിത്രം സംയുക്തയ്ക്ക് നേടിക്കൊടുത്തു. ഏകദേശം 18ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച സംയുക്ത എക്കാലത്തെയും മികച്ച മുൻനിര നായിക തന്നെയായിരുന്നു. സ്വയംവരപ്പന്തൽ, കുബേരൻ, തെങ്കാശിപ്പട്ടണം, മേഘസന്ദേശം, നരിമാൻ തുടങ്ങി സംയുക്ത അഭിനയിച്ച ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ് താരം. അച്ഛൻ രവിവർമ്മ, അമ്മ ഉമാവർമ്മ, സഹോദരി സംഘമിത്ര. 2002 ആയിരുന്നു നടൻ ബിജു മേനോനുമായിട്ടുള്ള സംയുക്തയുടെ വിവാഹം. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. മേഘമൽഹാർ, മഴ, മധുരനൊമ്പരക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏക മകന്റെ പേര് ദക്ഷ് ധർമ്മിക് എന്നാണ്. ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും നല്ലൊരു കുടുംബിനിയായി ബിജു മേനോനോടൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് സംയുക്ത. ഒപ്പം യോഗ ക്ലാസുകളും നൃത്തവുമായി സജീവമാണ്. സംയുക്ത ഒരിക്കൽ കൂടി അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രേക്ഷകർ ഓരോരുത്തരും. അങ്ങനെ പറയുമ്പോഴും ഇനിയൊരിക്കലും അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരില്ല എന്ന തീരുമാനം താൻ എടുത്തിട്ടില്ലെന്നും സംയുക്ത പറയുന്നു. അവാർഡ് നൈറ്റുകളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കാറുള്ള സംയുക്ത വർമ്മയിൽ പ്രേക്ഷകർ ഏറെ ആകർഷിക്കുന്നത് താരത്തിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ്. ടെമ്പിൾ ജ്വല്ലേഴ്സ് പോലുള്ള ആഭരണങ്ങളാണ് പലപ്പോഴും താരം ധരിക്കാറുള്ളത്. അതിനനുസരിച്ചുള്ള സാരിയും ഉണ്ട്. മിക്കപ്പോഴും ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനാണ് സംയുക്ത എത്താറുള്ളത്. അപ്പോഴൊക്കെ സംയുക്തയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് പ്രേക്ഷകർ അവരോടൊപ്പം നിന്ന് സെൽഫികളും മറ്റും എടുക്കുകയും ചെയ്യാറുണ്ട്. പഴയകാല നായികയായ സംയുക്ത വർമ്മ പ്രേക്ഷക മനസ്സിൽ കടന്നുകൂടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും അതേ സ്ഥാനം തന്നെയാണ് പ്രേക്ഷകർ താരത്തിന് നൽകുന്നത്. ഗീതു മോഹൻദാസ്, ഭാവന, മഞ്ജു വാര്യർ തുടങ്ങിയ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും കുടുംബവിശേഷങ്ങളും യാത്രകളുമൊക്കെ താരം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവയ്ക്കാറുണ്ട്.